ഇതിത്തിരി കോഴി ബിരിയാണിയാ. റംലയുടെ മൂന്നാമത്തെ കുട്ടിയുടെ സുന്നത്തായിരുന്നു. ഇങ്ങോട്ട് കേറിയിരിക്കേ. അന്റെ മരുവള് വീട്ടിൽ നിന്ന് പോയിട്ട് ദിവസം കുറച്ചായല്ലോ. എന്തേലും കുഴച്ചിലുണ്ടാ സൂറ? എന്റെ പൊന്നെത്താ, സഹിച്ച് ഞാൻ മടുത്ത്. നിക്കിട്ട് അവിടെ കുറച്ചു ദിവസം, എന്നാലേ പഠിക്കൂ. സൈനുനെ ഡോക്ടറെ കാണിച്ചാ? എന്റെ കുടുംബത്തിൽ ആരും 5 കുറയാതെ പെറ്റിട്ടില്ല. എന്റെ പെൺകുട്ടിയൊക്കെ ഉണ്ട് മുറ്റം നിറയെ കുട്ടികളും മക്കളും. ഓളുടെ മട്ടുമാതിരി കണ്ടാ തോന്നും കുഴപ്പമുയ എന്റെ മോൻ ജബ്ബാറിന്റെ ആണെന്ന്. ദാ സൂറ ഉണ്ടെന്നതാ. റംലയുടെ മൂന്നാമത്തെ കുട്ടിയുടെ സുന്നത്താ. നീ വിഷമിക്കണ്ട സൈനു, ദൈവത്തിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ എത്രയോ പോംവഴി വേറെയുണ്ട്, അല്ലേ സൂറ? ഇത് നോക്ക്, സൈനുവിനെ കാണാൻ ചന്തയില്ലേ പെണ്ണിന്. സ്വത്തും മുതലും ഒക്കെ വേണ്ടത്ര ഉണ്ട്. ഇതാർക്ക് വേണ്ടി എത്താത്ത? എന്റെ ജബ്ബാറിന് വേണ്ടി തന്നെ. ഇനിയിപ്പോ പുറത്താരോടും പറയണ്ട. 1 അല്ല 9 കെട്ടുള്ള ആരോഗ്യം എന്റെ മോൻ ജബ്ബാറിന് ഇപ്പൊ. ജബ്ബാർ ഇതിന് സമ്മതിക്കോ? അല്ല ചോദ്യം. ഓൻ ഈ ഹിമാറിനെ കാണു തന്നെ വെറുപ്പ. അത്തരം ചതിയല്ലേ ഓളും വീട്ടുകാരും ഓനോട് ചെയ്തത്. ഇനി 2 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ ബാക്കിയുണ്ട്. ഈ ബിലീസും ഒരുത്തേം കൂടി വന്ന് കേറിയാലേ ഓള് പോവുകയാണെങ്കിലാണ് പോട്ടേന്ന്. പോയിട്ട് വല്ലതും തിന്ന് കേറി കിടക്കാൻ കഴിവുള്ളവരാണ്. കുട്ടിയേക്കാൾ അവരുടെ സ്വന്തം മോനോടല്ലേ അവർക്ക് സ്നേഹം വരൂ. ഇനി ബോംബ് തന്നെ പൊട്ടിക്കാം, എങ്കിലേ പോകൂ. പറയുമ്പോ ഒന്നും തോന്നരുത്. ആദ്യമേ തന്നെ കാര്യം തുറന്നു പറയാമെന്ന് ഗോപാലിനോട് ഞാൻ പറഞ്ഞതാ. വേണ്ട എന്ന് അവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ പറയായിരുന്നു. നേരെ ഇത്ര വൈകിയ സ്ഥിതിക്ക് സത്യം പറയാതിരുന്നാലും അതും തെറ്റാ. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഹലോ അനന്തു. ഹലോ, ഞാൻ താഴെ ഉണ്ട്. നീ ആ മുറിയുടെ വാതിൽ തുറന്നിട്. അയ്യോ, ചേട്ടത്തി ഉറങ്ങിയിട്ടില്ല. 10 മണിയുടെ സീരിയൽ കഴിയാതെ അവർ ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. പതുക്കെ ഇറങ്ങുമോളെ. ഇറങ്ങുമോളെ. ഒന്നുമില്ല മോളെ. എന്താ എന്ത് പറ്റി? കണ്ണ് തുറന്നു പിടിച്ച മോളെ. ഈ കണ്ണ്. നിങ്ങൾ വണ്ടിയിലിരിക്കേ. സുധാകര, എത്രയും പെട്ടെന്ന് മോളുടെ കിഡ്നി മാറ്റി വെക്കണം. ഇനിയും വൈകുന്നത് പ്രശ്നമാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും ഇത്രയും പണം എന്റെ മോള് കൈവിട്ടു പോകൂ ഡോക്ടറെ. നിങ്ങൾ സന്നദ്ധ സംഘടനകളുമായി സംസാരിച്ചു നോക്കൂ. അവരൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യും. ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം. പിന്നെ പത്രത്തിലൊരു പരസ്യം കൊടുക്കുക. വിഷമിക്കേണ്ട സുധാകര, എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ.